പച്ചമാങ്ങ പച്ചയായി വർഷങ്ങളോളം സൂക്ഷിക്കാനുള്ള ഒരു 3-4 സൂത്രങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പലതും പലർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സീസൺ അല്ലാത്തപ്പോഴും പച്ചമാങ്ങ പച്ചയോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. പച്ചമാങ്ങ സൂക്ഷിക്കാനുള്ള ഒരു 2-3 ടിപ്പ് ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പച്ചച്ചക്കയും പഴുത്ത ചക്കയും ചക്കക്കുരു ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ടിപ്പുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമുക്ക് പച്ചമാങ്ങ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 3 പച്ചമാങ്ങ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ അളവിൽ സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ ഇവിടെ തൊലി കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നീളത്തിലാണ് സ്ലൈസ് ചെയ്ത് വെക്കുന്നത്. നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ചെയ്യുന്നത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതിലാണോ സൂക്ഷിക്കുന്നത് അതിലേക്ക് മാങ്ങ ഇട്ടിട്ട് കല്ലുപ്പ് അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമെന്നില്ല, സ്പൂണായി കഴിഞ്ഞാലും മതി. അല്ലെങ്കിൽ ഈ പാത്രം അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബൗള് ഒന്ന് നല്ല പോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അതായത് നല്ല പോലെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഈ മാങ്ങേൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ഉപ്പ് പിടിച്ച് കിട്ടും. കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പായാലും മതി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബൗളിലോ അല്ലെങ്കിൽ കുപ്പീൻ്റെ ബൗളിലായാലും മതി. അപ്പോൾ ഇതിലാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്. ഇതിലേക്ക് ഡയറക്റ്റ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഒരുപാട് കൂട്ടം കൂടി ഇടരുത്. 1-2 ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ ചെറിയ ചെറിയ ബൗളിലാക്കിയിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു മൂടി അങ്ങ് ഇട്ടിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. ഇത് ഒരു വർഷത്തോളം എത്തുന്നതല്ല, മാസങ്ങളോളം എത്താനുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ വർഷങ്ങളോളം സൂക്ഷിക്കാനുള്ള 1-2 ടിപ്പ് ഞാൻ ലാസ്റ്റോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ കറി വെക്കാനായാലും അച്ചാറിടാനായാലും ഉപ്പിലിടാനായാലും ഒക്കെ നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി ഓരോ ആവശ്യത്തിനുള്ളത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഒരു വർഷം മാത്രമല്ല അതിനേക്കാളും മേലെ മാങ്ങ എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ മാങ്ങ നിങ്ങൾക്ക് ഇതുപോലെ തൊലിയോടുകൂടി ചെത്തിയിട്ട് യൂസ് ചെയ്യാം. നീളത്തിലങ്ങ് അരിഞ്ഞിട്ട് തൊലിയോടുകൂടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പക്ഷേങ്കിൽ തൊലി കളഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ മാങ്ങ കല്ലുപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള പാത്രത്തിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ വലിയൊരു ബൗളിലായി കഴിഞ്ഞാലും സൂക്ഷിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 രാത്രിയോ 2 രാത്രിയോ ഇതിൽ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഉപ്പ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ലാസ്റ്റ് ഊറി നിൽക്കും അടിയിൽ. നിങ്ങൾക്ക് അറിയാമല്ലോ, തലേന്ന് രാത്രി തന്നെ നമ്മൾ മാങ്ങ അരിഞ്ഞ് ഉപ്പും പെറുക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ലോണം വെള്ളം അടിയിൽ ഊറിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മാത്രമേ ഉപ്പും പുരട്ടിയിട്ട് മാറ്റി വെക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുക ചെയ്യുന്നത്. വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വലിയ പാത്രത്തിലോ ഏതെങ്കിലും ഇതിലിട്ടിട്ട് അങ്ങ് നിരത്തി ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഒരു ദിവസം നമുക്ക് വെയിൽ കൊള്ളിക്കാം, എന്നിട്ട് അകത്തെടുത്ത് വെക്കാം. പിറ്റേ ദിവസം അങ്ങനെ ഒരു 3-4 ദിവസം മാക്സിമം നിങ്ങൾക്ക് വെയിൽ കൊള്ളിക്കാം. അപ്പോൾ നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. അതായത് മാങ്ങ നല്ലോണം ഉണങ്ങുന്നത് വരെ മാക്സിമം നിങ്ങൾ ഉണക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ വെയിലത്ത് നിന്ന് എടുത്ത് വരുമ്പോൾ നിങ്ങൾ ഉപ്പുവെള്ളം നിങ്ങൾ അങ്ങനെ ചെയ്ത് വെക്കുന്നെങ്കിൽ ഉപ്പുവെള്ളം ഉണ്ടാവുമല്ലോ, നമ്മൾ ആ ഒരു മാങ്ങേൻ്റെ അടിയിൽ നിന്ന് ഊറിയ അതിലേക്ക് തന്നെ ഇട്ട് വെക്കുക തിരിച്ചിട്ട്. എന്നിട്ട് വീണ്ടും പിറ്റേന്ന് ആ വെള്ളത്തോട് കൂടി തന്നെ എടുത്ത് ഉണക്കാനിടുക. ആ 2ാമത്തെ ദിവസവും വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ വീണ്ടും ഇടുക. അങ്ങനെ നിങ്ങൾ മാറ്റി അപ്പോൾ ഈ ഒരു ഉണങ്ങിയ മാങ്ങയിൽ ഉപ്പുവെള്ളം വീണ്ടും നല്ലോണം പിടിക്കും. അങ്ങനെ ഇടയ്ക്കിടെ ഇതാ മാറ്റിയിടുമ്പോൾ ലാസ്റ്റ് ആ വെള്ളമൊക്കെ ഇതിൽ പിടിച്ചിട്ട് ഉപ്പുവെള്ളം തീരെ ഇല്ലാണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഉപ്പ് നന്നായിട്ട് ഈ മാങ്ങയിൽ പിടിച്ച് കിട്ടും. പക്ഷേ ഞാനിവിടെ ഒരു അരമണിക്കൂർ വരെ വെച്ചതുകൊണ്ട് എനിക്കങ്ങനെ അതിൻ്റെ അടിയിൽ നിന്ന് അങ്ങനെ വെള്ളം നൂറി വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അങ്ങനെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നല്ലോണം ഉപ്പും പിടിക്കും, മാങ്ങ നന്നായിട്ട് ഉണങ്ങിയിട്ട് ആ ഒരു പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് കാലം നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മീൻകറിയിലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ ഉണങ്ങിയ മാങ്ങ. പുളിയൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു കറികളൊക്കെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റിനാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 5-6 ദിവസം എടുത്തിട്ടാണ് നല്ല പോലെ എനിക്ക് ഉണങ്ങി കിട്ടിയത്. അത് ഞാൻ കാണിച്ചു തരാം. നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഇതാ മാങ്ങ ഇതുപോലെയാകും. ഇതുപോലെ ആകുന്നത് വരെ നിങ്ങൾ ഉണക്കിയെടുക്കുക. ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ബൗളിലിട്ടിട്ട് പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പുറത്ത് നമ്മൾ ഏതെങ്കിലും തട്ടിലങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഒരു കൊല്ലല്ല അതിനേക്കാളും മേലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പുറത്ത് സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ 3ാമത്തെ മെത്തേഡ് കാണിക്കുന്നത് ഇതുപോലെ തന്നെ തൊലി കളഞ്ഞിട്ടാണ് മാങ്ങ ഉപ്പ് പുരട്ടിയ മാങ്ങയാണ് എടുക്കുന്നത്. അത് നമുക്ക് ആവി കയറ്റി എടുക്കണം. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ ഒരുപാടങ്ങ് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം അടുപ്പത്തു നിന്ന് വാങ്ങിയിട്ട് നല്ല പോലെ മാങ്ങ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു ടിപ്പ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ അത് നമുക്ക് കുറേ കാലം നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ നല്ലോണം തണുത്ത മാങ്ങ ഇതുപോലെ ഒരു ചില്ല് ഭരണിയിലാക്കി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം മാങ്ങേണ്ട അതിനനുസരിച്ചിട്ട് ഭരണീൻ്റെയൊക്കെ വലിപ്പം കൂട്ടുക.
ഇനിയിപ്പോൾ ഇതാ കുറേശ്ശെ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പാണ് ഏറ്റവും നല്ലത് നമ്മൾ എന്താവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കല്ലുപ്പില്ലെങ്കിൽ സാരമില്ല, പൊടി ഉപ്പായാലും മതി. അപ്പോൾ ഉപ്പ് ഒരു ലെയർ ഇട്ട് കൊടുക്കുക, വീണ്ടും അടുത്ത ലെയർ മാങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ വീണ്ടും അതിൻ്റെ മേലെ ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ മാങ്ങ തീരുന്നത് വരെ ഉപ്പും മാങ്ങയായിട്ട് ഇങ്ങനെ നിറയ്ക്കുക. ലാസ്റ്റ് ഉപ്പ് വരുന്ന വിധത്തിലായിരിക്കണം ലാസ്റ്റ് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് കുലുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ലെയറായിട്ട് കിടക്കണം. എന്നിട്ട് ഈ ഒരു കുപ്പീൻ്റെ മൂടി നല്ലോണം നമ്മൾ മൂടിയിട്ട് ഇത് വെക്കുന്നത് ഫ്രീസറിലാണ്. കുലുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലെയർ പോലെ ആക്കിയിട്ട് വെച്ചാൽ മതി. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് മേലെ നമുക്ക് ഈ ഒരു മാങ്ങ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ആവശ്യത്തിനെടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് 2 മെത്തേഡ് നമുക്ക് ഒരു വർഷവും അതിന് മേലെ മാങ്ങ സൂക്ഷിച്ച് വെക്കാനുള്ള മെത്തേഡ് പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാമത് പറയുന്നതും അതുപോലെ തന്നെ ഒരു വർഷം അതിന് മേലെ മാങ്ങ സൂക്ഷിച്ച് വെക്കാനുള്ള ഐഡിയ ആണ്. അപ്പോൾ നമ്മളിതാ മാങ്ങ തൊലി കളഞ്ഞിട്ട് എല്ലാം നീളത്തിൽ തന്നെയാണ് നമ്മളിട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കുക ചെയ്യുന്നത്. കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും ഒരുപാട് അങ്ങ് കൂടിപ്പോകേണ്ട ആവശ്യമില്ല. ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിൽ വിസിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മാങ്ങ വേവാൻ എത്രത്തോളം ടൈം വേണോ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്ത മാങ്ങയാണിത്. ഇനി ഇത് നമുക്കിതിൻ്റെ ആ ഒരു ചൂടൊക്കെ മാറുന്നവരെ മാങ്ങ നന്നായിട്ട് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ മാങ്ങ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചാറിടാനായാലും അതുപോലെ തന്നെ മീൻ കറിയിലിടാനായാലും അതുപോലെ നമ്മൾ രസം ഉണ്ടാക്കുന്നുണ്ടല്ലോ പച്ചമാങ്ങ രസം, അതിനൊക്കെ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. കറിക്കൊക്കെ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലുള്ള ചില്ല് ബോട്ടിലാക്കിയിട്ട് തന്നെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ചില്ല് ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രീസറിൽ അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ എടുത്തതുകൊണ്ടാണ് കേട്ടോ, കുറച്ച് ചെറിയ അളവിലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അളവിൽ സൂക്ഷിച്ച് വെക്കാം. അതുപോലെ ചെറിയ ചെറിയ കുപ്പിയിലാണ് സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കാം. ഇനിയിപ്പോൾ വലിയ കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഒരാവശ്യത്തിനുള്ള എടുത്തിട്ട് മുഴുവനായിട്ടും പുറത്തെടുത്ത് വെക്കേണ്ടി വരും. എന്നാലും നമുക്കത് തണിഞ്ഞതിന് ശേഷം നമ്മളെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കിയായാലും നമുക്ക് തിരിച്ച് ഫ്രീസറിലേക്ക് തന്നെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ ചെയ്താലും ഒട്ടും നമ്മളെ മാങ്ങ മോശമായി പോകുകയൊന്നും ചെയ്യില്ല. ആവശ്യത്തിനുള്ളത് എടുക്കാം, നമുക്ക് തിരിച്ച് ഫ്രീസറിൽ വെക്കാം, അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 4 മെത്തേഡ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഞാൻ ലാസ്റ്റ് പറഞ്ഞ 3 മെത്തേഡും വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാനുള്ള ടിപ്പാണ്. അപ്പോൾ ആദ്യം പറയുന്നത് മാത്രമേ നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ചക്കപ്പഴവും അതുപോലെ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ടിപ്പ് ഇട്ടത് ഒക്കെ ഒന്ന് കാണുക.